നമ്മൾക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. രേണു സുധിയും അവർക്ക് വരുന്ന അവസരങ്ങളെ ജീവിക്കാൻ പാകത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതൊഴിച്ചാൽ എന്ത് തെറ്റാണ് അവർ മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ല. അവർ ആരുടെയും വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നില്ല, ആരുടെയും സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്തുന്നില്ല. ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതാവസ്ഥകളിൽ നിന്നും പ്രതീക്ഷയുടെ, ആഗ്രഹങ്ങളുടെ, സന്തോഷത്തിൻ്റെ നേരിയ വെളിച്ചത്തിലൂടെ വീണ്ടും ജീവിതത്തിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കുന്നു. വർത്തമാനകാലത്തിൽ വിധവകൾക്ക് പ്രത്യേക നിയമങ്ങളോ വിലക്കുകളോ അതിർവരമ്പുകളോ ഉണ്ടെന്ന് തോന്നുന്നില്ല. മറ്റുള്ളവർക്കുള്ള പോലെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവർക്കുമുണ്ട്. മറ്റുള്ളവർ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉത്കണ്ഠപ്പെടുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യം രേണു സുധിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അവർ ജീവിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. അവരുടെയും അവർക്ക് വേണ്ടപ്പെട്ടവരുടെയും സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ്. അതങ്ങനെ തന്നെ ആകട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകാൻ രേണു സുധി ഉത്തരം തെറ്റിയാൽ തോറ്റുപോകുന്ന ഒരു പരീക്ഷയും എഴുതുകയല്ലല്ലോ. മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കാത്ത, മറ്റുള്ളവരുടെ ജീവിതത്തെ വേദനിപ്പിക്കാത്ത കള്ളങ്ങളും തെറ്റുകളും അവർക്കും പറയാം, ചെയ്യാം. നിങ്ങൾക്കിഷ്ടപ്പെട്ടത് കാണണം, നിങ്ങൾക്കിഷ്ടപ്പെട്ടത് കേൾക്കണം എന്ന് വാശി പിടിക്കുന്ന, നിങ്ങൾക്കിഷ്ടപ്പെട്ടതേ കാണാവൂ, നിങ്ങൾക്കിഷ്ടപ്പെട്ടതേ കേൾക്കാവൂ എന്ന് നിർബന്ധം പിടിക്കുന്ന നിങ്ങൾക്കിടയിൽ രേണു സുധിയും ജീവിക്കട്ടെ. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളുമായി. ഒന്നുകൂടി പറയാം, ഒരു പെണ്ണിൻ്റെ കണ്ണുനീരും വേദനയും വിറ്റ് ജീവിക്കാതെ വേറെ വല്ല പണിക്കും പോയി ജീവിക്കാൻ നോക്ക്. നിങ്ങളുടെ ക്യാമറകൾ തിരിക്കാൻ പാകത്തിൽ എത്രയോ നിയമവിരുദ്ധരുള്ള നാടാണിത്. ഭയമില്ലെങ്കിൽ അവരുടെ പിന്നാലെ പോവുക. അപ്പോൾ അറിയാം നിങ്ങളുടെ നെഞ്ചിടിപ്പിൻ്റെ വേഗത.